കേരളത്തിൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക വിമർശനം എന്ന പേരിൽ ഒരു ഇസ്ലാം വെറുപ്പ് നിരന്തരം പ്രചരിപ്പിക്കുന്ന നവനാസ്തികർ ഉയർത്തുന്ന ഒന്നാണ് നോമ്പ് ശരീരത്തിന് ഹാനികരമാണ്, അത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഒരാൾ നോമ്പെടുക്കുന്നതിലൂടെ അയാളുടെ ആരോഗ്യത്തിന്, അയാളുടെ ആരോഗ്യപരമായിട്ട് അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അയാൾ നേരിടാനുണ്ട്. അപ്പോൾ എന്താണ് ഇതിലൊരു മോഡേൺ മെഡിസിൻ്റെ ഒരു നിലപാട്? എന്താണ് അങ്ങനെ അത്തരം പഠനങ്ങളുണ്ടോ ഈ നോമ്പ് എന്നുള്ളത് പ്രശ്നകരമാണ് എന്ന നിലക്ക്? ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഈ നോമ്പ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്ന ആളുകൾ ലോകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയി. ആ ആളുകളിൽ എന്തെങ്കിലും ഒരു സാമ്പിൾ പഠനം നടത്തിയിട്ടുണ്ടോ? അങ്ങനത്തെ വല്ല ആരോഗ്യ പ്രശ്നമുണ്ടോ? അത്തരം ആളുകൾക്കിടയിൽ തന്നെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള കാരണം ആയിട്ട് പറയുന്നത് നോമ്പ് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ വളരെ വലിയ പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതാണ് പലപ്പോഴുള്ള പ്രശ്നമായിട്ട് പറയണത്. അതല്ലാതെ ഈ നോമ്പ് എന്നുള്ളത്, ഫാസ്റ്റിംഗ് എന്നുള്ളത് മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമാണ് എന്ന് പറയുന്ന സയൻസിൻ്റെ കാലത്താണ് നമ്മളുള്ളത്. അത് പല രൂപത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നാണ് പല രൂപങ്ങളിലും പറയാം. അതിൽ തന്നെ ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ഇസ്ലാമിലുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. അതിപ്പോൾ ഇന്ത്യനസം പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണിക്കൂറുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. ഈ ഡ്രൈ ഫാസ്റ്റിംഗ് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാക്കണുള്ളൂ എന്നുള്ളതാണ്. ഡ്രൈ ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്താ വെച്ചാൽ വെള്ളം കുടിക്കാം എന്നുള്ളത് മാത്രമാണ് സാധാരണ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അത് തന്നെ വ്യത്യസ്ത സൈക്കിളുകളിലുള്ളതുണ്ട്. 8 അവർ 16 അവർ എന്നുള്ളതുണ്ട്, 12 അവർ എന്നുള്ള സൈക്കിൾസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ ഫാസ്റ്റിങ്ങിനെ ഒരു ജീവിതക്രമമാക്കണമെന്നാവശ്യപ്പെടുന്ന ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന രീതി അതാണ്. അപ്പോൾ അതിൽ ഇസ്ലാം ഈ സമയത്ത് പറയുന്ന, റമദാനിൽ പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏത് നോമ്പാണെങ്കിലും വ്രതാനുഷ്ഠാനാണെങ്കിലും അത് എന്താണ്, ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. വെള്ളം പോലും കഴിക്കാത്ത ഫാസ്റ്റിംഗ് ആണ്. അത് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഓട്ടോഫേജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അപകടകരമായ കോശങ്ങൾ, ആ കോശങ്ങളെ ശരീരം തന്നെ പ്രതിരോധിക്കുന്ന, ശരീരം തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ഒരുപാട് ഫലം ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും ഡ്രൈ ഫാസ്റ്റിംഗ് ആണെങ്കിലും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അത് കേവലമായ വിരോധത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇത്തരം പ്രചരണങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.